ഓം ശാന്തി. എൻ്റെ മനസ്സ് പൂർണ്ണമായും ശാന്തമാണ്. സെക്കൻഡ് കൊണ്ട് ഈ ദേഹത്തിൻ്റെ സ്മൃതി വിട്ട് ഞാൻ എൻ്റെ നിജസ്വരൂപത്തിൽ സ്ഥിതമാക്കുന്നു. ഞാൻ ആത്മാവാണ്. ഭ്രുകുടി മധ്യത്തിൽ പ്രകാശിക്കുന്ന ഒരു സൂക്ഷ്മ ശാന്ത പവിത്ര ജ്യോതി ബിന്ദുവാണ്. ഞാൻ അനുഭവം ചെയ്യുകയാണ്. ഞാൻ ആത്മാ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ചിറക് വിടർത്തി ബ്രഹ്മലോകത്തിലെത്തുന്നു. ഈ ബ്രഹ്മലോകത്തിൽ എൻ്റെ മോസ്റ്റ് ബിലവഡ് അതിപ്രിയങ്കരനായ സ്വീറ്റസ്റ്റ് ലവ്ലിയസ്റ്റ് ശിവബാബ വിരാജമാനായിരിക്കുന്നു. എൻ്റെ ബുദ്ധിരൂപി നേത്രത്തിൽ ഞാൻ മുന്നിൽ ഒരു അതിദിവ്യ സുന്ദരമായ പരംജ്യോതി സ്വരൂപ ശിവബാബയെ കാണുന്നു. സുപ്രീം ലൈറ്റ്, ഗോൾഡൻ പ്രകാശത്തിൻ്റെ അലൗകിക ആഭാമണ്ഡലം ഞാൻ ആത്മാ സ്നേഹത്തോടെ കാണുന്നു. എൻ്റെ പ്രാണപ്രിയ ശിവബാബയെ ഞാൻ കാണുകയാണ്. സ്നേഹസാഗര ബാബ എന്നോട് പറയുന്നു, മധുരമായ കുട്ടി, നീ എൻ്റേതാണ്. ഞാൻ വന്നിരിക്കുകയാണ് നിന്നെ വിശ്വത്തിൻ്റെ അധികാരിയാക്കാൻ, അപാര സുഖത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ. ഞാൻ ആത്മാ ബാബയോട് പറയുകയാണ്, അതിപ്രിയങ്കരനായ ബാബ, സ്വീറ്റസ്റ്റ് ബാബ, അങ്ങ് കേവലം എൻ്റേതാണ്. ബാബ, അങ്ങ് പ്രാണനിലും പ്രാണനാണ്. ഞാൻ കേവലം അങ്ങയുടേതാണ്. എൻ്റെ ഹൃദയത്തിൽ കേവലം അങ്ങ് മാത്രമാണ്. എൻ്റെ മോസ്റ്റ് ബിലവഡ് ബാബ, പ്രിയങ്കരനായ ബാബ, എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ പേരെഴുതിയിരിക്കുന്നു. ഇത് അവിനാശിയാണ്, ഒരിക്കലും മായുകയില്ല. പ്രിയ ബാബ, ഞാൻ അങ്ങയിൽ സമ്പൂർണ്ണ രൂപത്തിൽ സമർപ്പിതമാകുന്നു. ഞാൻ അനുഭവം ചെയ്യുന്നു, സ്നേഹസാഗര ബാബ അതിസ്നേഹത്തോടെ തൻ്റെ ഗോൾഡൻ കിരണങ്ങളാൽ എന്നെ മാറോട് ചേർക്കുന്നു. ബാബയുടെ കിരണങ്ങളിൽ
ഞാൻ പൂർണ്ണമായും സമാവേശമാകുന്നു. സ്നേഹത്തിന്റെ ഗോൾഡൻ കിരണങ്ങൾ എന്നിലേക്ക് ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പരമാത്മ സ്നേഹത്താൽ, സുഖത്താൽ, ആനന്ദത്താൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സമ്പന്നമായി കൊണ്ടിരിക്കുന്നു. ശിവബാബ എൻ്റെ ആത്മീയ സ്നേഹത്തിൻ്റെ ശക്തിയിൽ എൻ്റെ എല്ലാ കുറവുകളെയും പരിവർത്തനം ചെയ്യുന്നു. ഞാൻ സർവഗുണങ്ങളുടെയും സ്വരൂപമാകുന്നു. ഞാൻ ബാബയോട് പ്രതിജ്ഞ ചെയ്യുകയാണ്, അതിപ്രിയങ്കരനായ ബാബ, ഞാൻ സദാ അങ്ങയുടെ ശ്രീമതമനുസരിക്കുന്നു, അങ്ങയുടെ കൂടെയിരിക്കും. വിശ്വത്തെ സ്വർഗമാക്കാൻ അങ്ങയുടെ സഹയോഗിയാകും. ഇപ്പോൾ ബാബയുടെ ആജ്ഞയെടുത്ത് വീണ്ടും ഞാൻ സാകാരി ലോകത്തിലെത്തുന്നു. ഭൃഗുടി ആസനത്തിൽ വിരാജമാനാകുന്നു. അതിപ്രിയനായ ബാബ, ഈ സർവോത്തമ മംഗളകാരി സംഗമയുഗത്തിൽ ഓർമ്മയുടെ മാധുര്യത്തിലൂടെ ഞാൻ സദോ പ്രധാനമായി മാറുന്നു. ഇതാണ് ഓർമ്മയുടെ സക്കറിൻ. ഞാൻ ദേഹി അഭിമാനിയായി ബാബ തന്നിരിക്കുന്ന ജോലിയിൽ മുഴുകുന്നു. പതിതത്തിൽ നിന്നും വീണ്ടും പാവനമായി മാറ്റുകയും ചെയ്യുന്നു. ബാബ എന്നെ സുഖധാമത്തിലേക്ക് യോഗ്യതയുള്ളവനാക്കുന്നു. സ്വയത്തെ ആത്മാവാണെന്ന നിശ്ചയം ഇടയ്ക്കിടെ ഉണർത്തുന്നു. ഈ കൽപ്പത്തിലെ അതിമനോഹരമായ സംഗമയുഗത്തിൽ എല്ലാ മനുഷ്യരും ഉത്തമരായി മാറുന്നു. നിരാകാരി ലോകത്തിൽ വസിക്കുന്നു. ഇവിടെ എല്ലാവരും അഭിനേതാക്കളാണ്, പാർട്ടധാരികളാണ്. ഞാനിപ്പോൾ ദേഹി അഭിമാനിയായി മാറുകയാണ്. ആത്മാവ് റിഫ്രഷ് ആകുന്നു. നാടകം പൂർത്തിയാവുകയാണ്. എല്ലാ ആത്മാക്കളും കൊതുകിൻ കൂട്ടം പോലെ തിരിച്ചു പോകും. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. ജീവിക്കുന്നതുവരെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കും. ജ്ഞാനമാകുന്ന അമൃത കുടിച്ചുകൊണ്ടിരിക്കും. ഇത് അന്തിമ ജന്മമാണ്. ഞാൻ ആത്മീയ അച്ഛന്റെ സന്താനമാണ്. ഞാൻ ആത്മാവിന് ഓർമ്മയുടെ അഗ്നിയിലൂടെ പവിത്രമായി മാറണം. ഇതാണ് യോഗാഗ്നി. ജ്ഞാനരത്നങ്ങളാൽ ഞാൻ എൻ്റെ സഞ്ചി നിറക്കുന്നു. ഞാൻ 21 ജന്മങ്ങളിലേക്ക് വേണ്ടി സർവോത്തമനും പവിത്രനുമാകുന്നു. ബാബ പറയുന്നു, നിങ്ങൾ സുഖധാമത്തെയും ശാന്തിധാമത്തെയും ഓർമ്മിക്കൂ. കലിയുഗമാകുന്ന ദുഃഖധാമത്തെ മറക്കൂ. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു.
സദാ മനനത്തിലൂടെ മഗ്ന അവസ്ഥയുടെ സാഗരത്തിൽ മുഴുകുന്ന അനുഭവം ചെയ്യുന്ന അനുഭവി മൂർത്തിയാകുന്നു. മഗ്ന അവസ്ഥയിൽ യോഗം ചെയ്യേണ്ടതായി വരുന്നില്ല. സദാ മഗ്നസ്ഥിതിയിലായിരിക്കും. സ്നേഹസാഗരത്തിൽ മുഴുകുന്നു. സാഗരത്തിൻ്റെ കുട്ടിയായ ഞാൻ സാഗരത്തിൽ ലയിക്കുന്നു. അനുഭവി മൂർത്തിയാകുന്നു. ജ്ഞാനസ്വരൂപ ആത്മാവ് അവരാണ് ആരുടെയാണോ ഓരോ സങ്കല്പവും നിമിഷവും സമർത്ഥമായത്. ബാബ സൂചന തന്നിരിക്കുന്നു. സർവകർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തമാകൂ, വേറിട്ടവനാകൂ. നിമിത്തമായി പ്രകൃതിയിലൂടെ കർമ്മം ചെയ്യിപ്പിക്കുന്നു. വേറിട്ടിരിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കൂ. ചെയ്യിക്കുന്നവനും ചെയ്യുന്ന കർമ്മേന്ദ്രിയങ്ങളും വ്യത്യസ്തമാണ് എന്ന അനുഭൂതി സഹജവും യാന്ത്രികവുമായി ഉണ്ടാകണം. ഓം ശാന്തി.